ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഇൻറ്റിജർ നമ്പേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ജനറലായിട്ട് ഒരു മെത്തേഡും, നെഗറ്റീവ് നമ്പർ റെപ്രസെൻറ്റേഷന് 3 ഡിഫറെൻറ്റ് മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് റിയൽ നമ്പേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത്. ഒരു റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻറ്റിജർ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 പാർട്ട് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഉപയോഗിച്ച മെത്തേഡ് വെച്ച് നമുക്ക് അതിനെ കമ്പ്യൂട്ടർ സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു മൈക്രോ പ്രോസസ്സറും റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള അരിത്തമെറ്റിക് ചെയ്യുന്നില്ല. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിലെ രജിസ്റ്റേഴ്സ്, അതായത് മെമ്മറി ഡിവൈസസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റിജേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം ഈ പ്രോസസ്സ് ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സ്, അതായത് റിയൽ നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാ സോഫ്റ്റ്വെയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്ട്രാ ഒരു സോഫ്റ്റ്വെയർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോസസ്സർ, അതായത് റിയൽ നമ്പേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്റൽ 8085 8-bit മൈക്രോ പ്രോസസ്സറാണ്. ആ മൈക്രോ പ്രോസസ്സർ ഇൻറ്റിജേഴ്സിനെ 8-bit ഇൻറ്റിജേഴ്സിനെ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. അതിൽ റിയൽ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ഡിവൈസസ്, നമ്മൾ പറഞ്ഞിരുന്നു, എക്സ്ട്രാ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് ഡിവൈസസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊരു എക്സാമ്പിൾ ആണ് ഇന്റൽസ് 8085-87 അരിത്തമെറ്റിക് ചിപ്പ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇന്റൽ 8087 അരിത്തമെറ്റിക് ചിപ്പ്. ഈ ചിപ്പിൽ ഇന്റൽ 8085 എന്നുള്ള മൈക്രോ പ്രോസസ്സറിന്റെ കൂടെ സോഫ്റ്റ്വെയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഡിവൈസസ് നമ്മൾ എക്സ്റ്റേണലി അതിനെ മ്യൂപിയു ആയിട്ട് ഇന്റർഫേസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഡിവൈസസ്
ഓരോ മെയ്ഡ് ചെയ്യുന്ന സമയത്തും അതൊരു പെർട്ടിക്കുലർ ഫോർമാറ്റിലാവും റിയൽ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ചില സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ ആയിട്ട് എല്ലാ കമ്പനീസും, അതായത് ഇന്റൽ ചെയ്യുന്ന പോലെ തന്നെ സിലോഗ്, മോട്ടറോള, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനീസ് ഇങ്ങനെ അരിത്തമെറ്റിക് ചിപ്പ് അല്ലെങ്കിൽ മൈക്രോ പ്രൊസസർ ചിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ഉപയോഗിക്കുന്ന ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന റിയൽ നമ്പേഴ്സിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിന്റെ കൺവേർഷൻ ആണ്. ഇൻഡിജർ നമ്പേഴ്സിന്റെ കൺവേർഷൻ എല്ലാ നമ്പർ സിസ്റ്റത്തിലും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇൻഡിജർ പാർട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. ഇനി റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻഡിജർ പാർട്ടും ഉണ്ടായിരിക്കും, റിയൽ പാർട്ടും ഉണ്ടായിരിക്കും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. റിയൽ നമ്പറിന് ഇൻഡിജർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇനി അതന്നെ റിയൽ നമ്പർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പൊ ഒരു റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതില് ഒരു സൈൻ പാർട്ട്, അതിന്റെ കൂടെ ഇൻഡിജർ പാർട്ട്, ദെൻ ഒരു ഫ്രാക്ഷണൽ പാർട്ട്. നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് റിയൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഡെസിമൽ സിസ്റ്റത്തിൽ 13.8 ഒരു ഫ്രാക്ഷണൽ, അത് 0.8 എന്നുള്ളത് ഫ്രാക്ഷണൽ പാർട്ട്, 13 എന്നുള്ളത് ഇൻഡിജർ പാർട്ട്. ഇതിനെ വേർതിരിച്ചിരിക്കുന്ന ആ പോയിന്റിനെ നമ്മൾ പറയുന്നത് ഡെസിമൽ പോയിന്റ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലായതുകൊണ്ട് നമ്മൾ ആ പോയിന്റിനെ നമ്മൾ പറയും ഇറ്റ് ഈസ് ഡെസിമൽ പോയിന്റ്. ദെൻ അടുത്ത നമ്പർ 114.21, 114.21, 21 എന്നുള്ളത് ഫ്രാക്ഷണൽ പാർട്ട്, 114 ഇൻഡിജർ പാർട്ട്. അടുത്തൊരു നമ്പർ -0.925. ഇവിടെ ഇൻഡിജർ പാർട്ട് 0 ആണ്, ഒരു നെഗറ്റീവ് നമ്പർ ആണ്. 925 ആണ് അവിടുത്തെ ഫ്രാക്ഷണൽ പാർട്ട്. ഇനി ഇതേപോലെ ഒരു ബൈനറി സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത് 1101.11. ഇവിടെ നമ്മൾ ഈ പോയിന്റിനെ നമുക്ക് ഡെസിമൽ പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ ഇവിടെ പറയുന്നത് ബൈനറി പോയിന്റ്. അതായത് ഏതാണോ നമ്പർ സിസ്റ്റം അതിൽ ഉപയോഗിക്കുന്ന ആ പോയിന്റിനെ, അതായത് ഈ പോയിന്റ് എന്താ ചെയ്യുന്നത്, ഇൻഡിജർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെയും വേർതിരിക്കുന്നു. ആ പോയിന്റിനെ ബൈനറി സിസ്റ്റം ആണെങ്കിൽ ബൈനറി പോയിന്റ് എന്ന് പറയുന്നു, ഡെസിമൽ ആണെങ്കിൽ ഡെസിമൽ പോയിന്റ്, ഒക്ടൽ ആണെങ്കിൽ ഒക്ടൽ പോയിന്റ്. അപ്പൊ ആ പോയിന്റ് ആ രൂപത്തിൽ നമുക്ക് പറയാം. ഇനി ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഇൻഡിജർ പാർട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം എക്സ്പാൻഷൻ മെത്തേഡ്. ഇനി അതിൽ ബാക്കി വരുന്ന, അതായത് അതിന് ശേഷം വരുന്ന ഫ്രാക്ഷണൽ പാർട്ടിൽ വരുന്ന പ്ലേസ് വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
എക്സ്പാൻഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 1101.11 ബൈനറിയിലാണ്. ഈ ഓർഡറിൽ 1 × 2⁵ പ്ലസ് 1 × 2⁵2 പ്ലസ് 0 × 2⁵1 പ്ലസ് 1 × 2⁵0 പ്ലസ് നമുക്കറിയാം ബൈനറി പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ബിറ്റിന്റെ വെയിറ്റ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ 2⁻⁻1 ആയിരിക്കും. 1 × 2⁻⁻1 പ്ലസ് 1 × 2⁻². അപ്പൊ നമുക്കിത് കിട്ടുന്നത് 8 + 4 + 1 പ്ലസ് 2⁻⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. ഇറ്റ് ഈസ് 0.5. ഇനി അടുത്തത് 1/4. ഇറ്റ് ഈസ് 0.25. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13.75. അതാണ് നമുക്ക് കിട്ടുന്ന ഡെസിമൽ നമ്പർ. അപ്പൊ നമ്മളൊരു ബൈനറി നമ്പറിനെ, ബൈനറി റിയൽ നമ്പറിനെ ഡെസിമലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എക്സ്പാൻഷൻ മെത്തേഡ് ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എക്സ്പാൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ മെത്തേഡാണ്. ആ ജനറൽ മെത്തേഡിൽ ഇവിടെ 2 എന്നുള്ളത് ഇവിടുത്തെ ബേസ് ആണ്. അപ്പൊ ഇവിടെ ഏത് നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിലെ ബേസ് ആണ് അവിടെ പ്ലേസ് വാല്യൂല് അവിടെ വരിക. അതിന്റെ ബേസിന്റെ ഡിഫറെന്റ് പവേഴ്സ് ആണ് പ്ലേസ് വാല്യൂല് വരുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിള് 1001.0101. ഈ ബൈനറി നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇൻഡിജർ പാർട്ട് ഒന്നിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇൻഡിജർ പാർട്ട് 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ഫ്രാക്ഷണൽ പാർട്ട് 0 × 2⁻⁻1, 1 × 2⁻2, 0 × 2⁻3 and 1 × 2⁻4. ഇവിടെ സെക്കൻഡ് ബിറ്റിലും ഫോർത്ത് ബിറ്റിലും ആണുള്ളത്. അതായത് 1/4.25 ആണ്. അടുത്തത് 1/16.0625. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.3125. ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് ഇവിടെ കിട്ടി, ഇൻഡിജർ പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെസിമൽ ഈക്വലന്റ് കിട്ടും 9.3125. ഓക്കെ, അടുത്തത് നമ്മൾ ഒക്ടൽ ടു ഡെസിമൽ. ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട മെത്തേഡും എക്സ്പാൻഷൻ മെത്തേഡാണ്. ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 8 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, 137.21. കാരണം 137 എന്ന് പറയാൻ പറ്റില്ല, കാരണം ബേസ് 8 ആണ്. ദെൻ 137.21 എന്ന ഒക്ടൽ നമ്പറിനെയാണ് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇൻഡിജർ പാർട്ട് 137, 7 × 8⁻0 പ്ലസ്
3 into 8 raised to 1 plus 1 into 8 square. 7 plus 3 into 8 24 plus 8 square 64. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 95 കിട്ടും. ഇനി ഇവിടുത്തെ ഫ്രാക്ഷണൽ പാർട്ട് 0.21 ആണ്. Then 2 into 8 raised to minus 1 plus 1 into 8 raised to minus 2. 1 by 8 വാല്യൂ കാണാം. 1 by 8 സ്ക്വയറിന്റെ വാല്യൂ കാണാം. 1 by 8 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ 1 by 8 സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.265 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് കിട്ടുന്ന ഡെസിമൽ ഈക്വലന്റ്, അതായത് 137.21 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ 95.265 ആണ്. അപ്പൊ ഡെസിമലിലേക്കുള്ള കൺവേർഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തത് ഹെക്സാഡെസിമലും കൂടെ നോക്കാം. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസ് 16 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ 1E0.2A. എ നമുക്കറിയാം 10 കറസ്പോണ്ടിങ് ആണ്. ഇ കറസ്പോണ്ടിങ് ടു 14 ആണ്. ഇൻഡിജർ പാർട്ട് 1E0, then 0 into 16 raised to 0 plus 14 into 16 raised to 1 plus 1 into 16 square. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 480. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഇൻഡിജർ കൺവേർഷൻ. ഇനി ഫ്രാക്ഷണൽ പാർട്ട് 2A ആണ്. 2 into 16 raised to minus 1 plus A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10 into 16 raised to minus 2. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.164 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ 480.164, 480.164. ഇതാണ് ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻ. എല്ലാ ഭാഗത്തും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ മെത്തേഡാണ്. ഇപ്പം നമ്മൾ ബൈനറി ടു ഡെസിമൽ, അതേപോലെ തന്നെ ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, 3 തരത്തിലുള്ള ക്വാണ്ടിറ്റികൾ, അതായത് റിയൽ നമ്പേഴ്സിനെയാണ് ഇവിടെ നമ്മൾ ചെയ്തത്. റിയൽ നമ്പേഴ്സിൽ നമുക്കറിയാം ഇൻഡിജർ പാർട്ട് ഉണ്ടായിരിക്കും, ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവും. ഇൻഡിജർ പാർട്ടിനെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഫ്രാക്ഷണൽ പാർട്ടിൽ നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും. ഫ്രാക്ഷണൽ പോയിന്റിന്റെ, അതായത് ഓരോ സിസ്റ്റത്തിലുള്ള ആ ഫ്രാക്ഷണൽ പാർട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അതിന്റെ നെഗറ്റീവ് പവേഴ്സ്, അതായത് ആദ്യത്തെ നമ്പറിന് -1, പിന്നെ -2, അങ്ങനെ പ്ലേസ് വാല്യൂ -1, -2, -3 എക്സെട്ര ഇതേപോലെ ചേഞ്ച് ചെയ്ത് പോകുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ തിരിച്ചുള്ള കൺവേർഷനാണ് നമ്മൾ പറയുന്നത്, അതായത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇൻഡിജർ പാർട്ട് ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഇൻഡിജർ പാർട്ടിൽ നമ്മൾ ചെയ്തിരുന്നത്, ഇൻഡിജർ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതായത് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2 കൊണ്ട് സക്സസീവ് ഡിവിഷൻ അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള സബ്സ്ട്രാക്ഷൻ നടത്തും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഡെസിമൽ നമ്പറിനെ, അതായത് ഡെസിമലിലെ റിയൽ നമ്പറിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം ഇൻഡിജർ പാർട്ടിന് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്.
ഇപ്പൊ ഇന്റിജർ പാർട്ടിനെയും ബൈനറി പാർട്ടിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബൈനറി ഇന്റിജർ പാർട്ടിന്റെ ബൈനറി ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബൈനറി പോയിന്റ്, അതായത് ഡെസിമൽ സിസ്റ്റത്തിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്, ബൈനറി പോയിന്റ്, ദെൻ അതിലെ ഫ്രാക്ഷണൽ പാർട്ട്. ഇനി ഇന്റിജർ പാർട്ടിനെ നമുക്ക് അറിയാം, നമ്മൾ ചെയ്തിട്ടുള്ളത് സക്സസീവ് ഡിവിഷൻ ആണ്. ഇങ്ങനത്തെ റിമൈൻഡേഴ്സ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ കളക്ട് ചെയ്യും. ഇവിടെ ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ബൈ 2. 2 എന്നുള്ള ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ, സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. ഇനി ആ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയിൽ ഇന്റിജർ പാർട്ട് നോട്ട് ചെയ്യുക. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷനെ ഒന്നിച്ച് എന്ത് ചെയ്യണം? നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഡെസിമൽ നമ്പറിലെ ഫ്രാക്ഷണൽ പാർട്ടിനെ ഒന്നിച്ച് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ നമ്പറിനെ, അതായത് റിയൽ നമ്പർ ആണെങ്കിൽ, റിയൽ നമ്പർ അതായത് ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിലെ ഇന്റിജർ പാർട്ടിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും, അത് നോട്ട് ചെയ്യും. അത് 0, 1 ആണോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതായത് അതിനെ വേർതിരിക്കുന്നു. ഒരു ഇന്റിജർ പാർട്ടായിട്ടും ഇന്റിജർ പാർട്ടായിട്ടും ഫ്രാക്ഷണൽ പാർട്ടായിട്ടും വേർതിരിക്കും. ഇന്റിജർ പാർട്ട് 1 0 എന്താണെങ്കിൽ അത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അത് ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യും. ഇനി അതിനുശേഷം കിട്ടുന്ന ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ആ സമയത്ത് ഇന്റിജർ പാർട്ട് ചെക്ക് ചെയ്യും, 0, 1 ആണോ ചെക്ക് ചെയ്യും. വീണ്ടും ഫ്രാക്ഷണൽ പാർട്ടിനെ റിപ്പീറ്റഡ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫ്രാക്ഷൻ 0 ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ സഫീഷ്യന്റ് നമ്പർ ഓഫ് ബിറ്റ്സ്, അതായത് ഫ്രാക്ഷണലിൽ എത്ര സ്ഥാനത്ത്, അതായത് എത്ര വാല്യൂസ്, ബിറ്റുകൾ നമുക്ക് ഫ്രാക്ഷണൽ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്, അതായത് അക്യുറസിക്ക് അനുസരിച്ച് നമ്മൾ ബിറ്റിന്റെ എണ്ണം തീരുമാനിച്ച് അതുവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കേണ്ടത് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഇൻഡിജേഴ്സിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇന്റിജർ പാർട്ട് നമ്മൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ നോട്ട് ചെയ്തിട്ടുള്ള ഇന്റിജർ പാർട്ടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് ഒബ്റ്റെയിൻ ചെയ്യും. 1-2 എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന 0.625 ഈ ഒരു ഡെസിമൽ ഫ്രാക്ഷനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. മെത്തേഡ് ഒന്നും കൂടെ പറയുന്നു. മെത്തേഡ് പറഞ്ഞത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, ഇന്റിജർ പാർട്ട് നോട്ട് ചെയ്യുക, റിമൈൻഡറിനെ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. നോക്കുക, സ്റ്റെപ്പ് നോക്കുക. 0.625 ആണ് നമ്മളുടെ കൺവേർട്ട് ചെയ്യേണ്ട ഫ്രാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നമുക്ക് കിട്ടുന്നത് 1.25 ആണ് കിട്ടുന്നത്. അതിലെ 1 എന്നുള്ള ഇൻഡിജറിനെ നമ്മൾ നോട്ട് ചെയ്തു. ബാക്കിയുള്ള ക്വാണ്ടിറ്റി, കാരണം ഇവിടെ 1.25ലെ ഇൻഡിജർ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റി 0.25 ആണ്. ആ 0.25 വീണ്ടും നമ്മളുടെ ഫ്രാക്ഷനായി പരിഗണിച്ചു. ആ ഫ്രാക്ഷനെ 0.25നെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി 0.50. ഈ സമയത്ത് 0.50 ആണ്, അതായത് ഇന്റിജർ പാർട്ട് 0 ആണ്. ഇന്റിജർ പാർട്ട് 0 നോട്ട് ചെയ്തു.
റിമൈൻഡർ 0.50 തന്നെയാണ്. ഈ 0.50നെ അടുത്ത ഫ്രാക്ഷനായിട്ട് നമ്മൾ എടുത്തു. ഫ്രാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 1.0 ഇൻറ്റിജർ പാർട്ട് 1 ആണ്, റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് നിർത്താം, അതായത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ റിമൈൻഡർ 0 വന്നു. അതുകൊണ്ട് ഇനി ഫ്രാക്ഷനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ 0 എന്നുള്ള ക്വാണ്ടിറ്റീസ് ആണ് വരിക. അപ്പൊ അതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യേണ്ട. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം. 0.625 എന്ന ഡെസിമൽ ഫ്രാക്ഷനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.101, അതായത് മോളിൽ നിന്ന് താഴേക്ക് ആ ഓർഡറിൽ തന്നെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അതിനെ എഴുതുന്നു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് 0.375 എന്നുള്ള ഡെസിമൽ ഫ്രാക്ഷൻ നോക്കുക. 0.375നെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 0.750 ഇൻറ്റിജർ പാർട്ട് 0 ആണ്, റിമൈൻഡർ 0.75. 0.75നെ 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 1.5 ഇൻറ്റിജർ പാർട്ട് 1, റിമൈൻഡർ 0.50. അടുത്ത ഫ്രാക്ഷനായിട്ട് 0.50നെ എടുത്തു. ഇറ്റ് ഈസ് 1.0 ഇൻറ്റിജർ പാർട്ട് 1, റിമൈൻഡർ 0. റിമൈൻഡർ 0 ആയി, അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ദെൻ 0.375 ഈക്വൽ ടു 0.011. നോക്കുക, ഓർഡർ നോക്കുക, 011 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അതിന് നമ്മൾ എഴുതി. ഇപ്പൊ ഇവിടെ എല്ലാം നമുക്ക് റിമൈൻഡർ 0 വന്നു, അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി ചില സമയത്ത് ചില ഡെസിമൽ ഫ്രാക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ എൻഡ് ചെയ്യാതെ വരും. എൻഡ് ചെയ്യാതെ വരുന്നു എന്ന് പറയാൻ കാരണം 0 എന്നുള്ള റിമൈൻഡർ നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ചെയ്യുക, ഒരു റിക്വയർഡ് അക്യുറസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മൾ അവിടെ മുമ്പ് ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു ഫ്രാക്ഷൻ, ആ രൂപത്തിലുള്ള ഫ്രാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഡെസിമൽ ഫ്രാക്ഷൻ 0.4 എന്നുള്ള ഫ്രാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നോക്കുക, ഫ്രാക്ഷൻ 0.4, അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 0.8 കിട്ടി, ഇൻറ്റിജർ പാർട്ട് 0, റിമൈൻഡർ 0.8. 0.8നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 1.6, അതിൽ ഇൻറ്റിജർ പാർട്ടിനെ 1 എഴുതി, റിമൈൻഡർ 0.6. ഈ 0.6നെ വീണ്ടും നമ്മുടെ ഫ്രാക്ഷൻ ആയിട്ട് എടുത്തു. 1.2, അതിലെ ഇൻറ്റിജർ പാർട്ട് 1, 0.2 റിമൈൻഡർ. 0.2നെ ഫ്രാക്ഷൻ ആയിട്ട് എടുത്തു. 0.4 കിട്ടി, ഇൻറ്റിജർ പാർട്ട് 0, റിമൈൻഡർ 0.4. വീണ്ടും 0.4 ഫ്രാക്ഷൻ ആയി വന്നു. 0.8, 0 ഇൻറ്റിജർ പാർട്ട്, റിമൈൻഡർ 0.8. വീണ്ടും 0.8 ആണ് ഫ്രാക്ഷൻ. 1.6 ഇൻറ്റിജർ പാർട്ട് 1, റിമൈൻഡർ 0.6. 0.6 ഫ്രാക്ഷൻ into 2, 1.2 ഇൻറ്റിജർ പാർട്ട് 1, റിമൈൻഡർ 0.2. ഇതെന്ത് ചെയ്യില്ല? ടെർമിനേറ്റ് ചെയ്യില്ല. ഒരിക്കലും ഇവിടെ 0 എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് റിമൈൻഡർ 0 ആവില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് 0.4 എന്നുള്ള ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള 7 ബിറ്റിലാണെങ്കിൽ ഇതിനെ 0.011001. ഇപ്പൊ എത്ര ചെയ്ത ക്വാണ്ടിറ്റിയിൽ നമ്മൾ 7 ബിറ്റ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എത്രയാണോ നമ്മുടെ റിക്വയർഡ് അക്യുറസി അത് വെച്ച് നമുക്ക് എഴുതാം. പക്ഷെ നമുക്കറിയാം നമ്മൾ ഏതിനെയാണ് കൺവേർട്ട് ചെയ്ത്? 0.4നെ കൺവേർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി 0.4
ഈക്വൽ ടു 0.0110011. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിന് തിരിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.4 എന്നുള്ള വാല്യൂ കിട്ടില്ല, കുറവായിരിക്കും. ഇനി ബിറ്റിന്റെ എണ്ണം, അതായത് നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ പ്രോസസ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് 3 പ്രാവശ്യം 3 സ്റ്റെപ്പിൽ ചെയ്ത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ 0.4നെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത് 0.011 ആണെങ്കിൽ അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും വളരെ വ്യത്യാസം വരും. അത് എറർ ഇവിടെ നന്നായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 0.4നെ 3 ബിറ്റായിട്ട് എടുത്തു, അതായത് 0.011 എന്നുള്ള 3 ബിറ്റുകൾ മാത്രം എടുത്തു. ഇനി നമ്മൾ 0.011നെ തിരിച്ച് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. തൊട്ട് മുമ്പ് നമ്മൾ കൺവേർഷൻ പഠിച്ചു, അതായത് 0 ഇൻറ്റു 2⁻⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻⁻3. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.375 ആണ്. അതായത് 0.4ന്റെ അപ്രോക്സിമേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.375 മാത്രമേ ഉള്ളൂ. ഇനി 6 ബിറ്റ് അപ്രോക്സിമേഷൻ എടുത്തു കഴിഞ്ഞാൽ, 6 ബിറ്റ് നമ്മൾ ആ ചെയ്തതിൽ 6 ബിറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ 0.0110001 ഇത്ര വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.39 കിട്ടും. അത് ഏകദേശം അടുത്തൊരു വാല്യൂ ആയി. ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 7 ബിറ്റോ 8 ബിറ്റോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അക്യുറേറ്റ് ആവും. അപ്പം നമ്മൾ എടുക്കുന്ന ബിറ്റിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അത്ര കണ്ട് നമ്മുടെ അപ്രോക്സിമേഷൻ ബെറ്റർ ആവും. ഓക്കെ, അടുത്തത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ റിയൽ പാർട്ട് മാത്രം, അതായത് ഇൻറ്റിജർ പാർട്ട് നമുക്ക് ഫെമിലിയർ ആണ്, അതുകൊണ്ട് അത് സെയിം ആണ് കാണിച്ചിരിക്കുന്നത്. റിയൽ, അതായത് അതിലെ ഫ്രാക്ഷണൽ പാർട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ആൻസർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിലെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്. ഇതിലെ ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ തൊട്ട് മുമ്പ് സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള മെത്തേഡിൽ ചെയ്തു നോക്കാം. റിസൾട്ട് ഇത് വെച്ചിട്ട് വെരിഫൈ ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഡെസിമലിനെ ബൈനറിയിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച എന്താണ്, സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2. ഇനി അവിടെ 2 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എടുക്കാനുള്ള കാരണം ഇത് ബേസ് 2 ആയതുകൊണ്ടാണ്. ഇതെല്ലാം ആ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് ബേസിന്റെ ഡിഫറെൻറ്റ് പവേഴ്സിലാണ് നമ്മൾ അവിടെ ചെയ്യുക. ഇവിടെ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സക്സസീവ് ഡിവിഷൻ ബൈ 2 ആണ്. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സക്സസീവ് ഡിവിഷൻ ബൈ 8 ആണ്. ഹെക്സാ ഡെസിമലിലേക്കാണെങ്കിൽ സക്സസീവ് ഡിവിഷൻ ബൈ 16 ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഫ്രാക്ഷണൽ പാർട്ടിന്റെ കേസിലും. ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റിജർ പാർട്ട് നോട്ട് ചെയ്യുന്നു, വീണ്ടും ആ ഫ്രാക്ഷണൽ പാർട്ടിനെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ചെയ്തു. അതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടലിലേക്ക് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ആ മൾട്ടിപ്ലിക്കേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 8 കൊണ്ട്. സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ കൺവേർഷൻ പോസിബിൾ ആവും. ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കുള്ള കൺവേർഷൻ പോസിബിൾ ആവും. അപ്പം അതിൽ ചെയ്യേണ്ട മെത്തേഡ് എന്തായിരുന്നു, നമ്മൾ കിട്ടേണ്ട ഫ്രാക്ഷനെ, അതായത് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ
ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇൻറ്റിജർ പാർട്ടും റിയൽ പാർട്ടും സെപ്പറേറ്റ് ആണ് ചെയ്യുക, അത് നമുക്കറിയാം. അതുകൊണ്ട് ഇൻറ്റിജർ പാർട്ടിനെ ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല. ഇൻറ്റിജർ പാർട്ടിൻ്റെത് നമുക്ക് മുന്നത്തെ ക്ലാസ്സുകളിൽ നമുക്കറിയാം. ഇനി ഫ്രാക്ഷൻ പാർട്ടിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 8. ഇൻറ്റിജർ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കിട്ടുന്ന ക്വാണ്ടിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് 0.75 നമുക്ക് കിട്ടുന്നത് 0.75 ഇൻറ്റു 8. എഴുതിയിൽ ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 0.75 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. കാരണം 6.0 വിത്ത് എ ക്യാരി, അത് 6.0 ആണ്. 6 പോയിന്റിൽ ഇൻറ്റിജർ പാർട്ട് 6ഉം ക്യാരി 0. ക്യാരി 0 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഈ നമ്പർ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് ഓരോ ബുക്കിലും ഓരോ രൂപത്തിലാണ്. ഇത് എക്സാമ്പിൾ വേറൊരു ബുക്കിൽ നിന്ന്, അതായത് നമ്മളുടെ റെഫറൻസ് ടെക്സ്റ്റ് അല്ലാതെ വേറൊരു ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 0.7 നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് 8ൽ അത് 0.6 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഇതേപോലെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒക്ടലിന് പകരം ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 16 കൊണ്ടാണ്. അപ്പോൾ 16 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് നോക്കുക, 82.25നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ 0.25നെ ഇൻറ്റു 16 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 4.0 ആയിരിക്കും. അതിൽ ആ 4 എന്നുള്ള പാർട്ട് നമ്മളുടെ എന്ത് ക്വാണ്ടിറ്റിയാണ്? 4 എന്നുള്ള പാർട്ടാണ് നമ്മളുടെ ഇൻറ്റിജർ പാർട്ട്. അവിടെ വരുന്ന റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ 0.4 മാത്രം ഡിനോട്ട് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ അത് 82ന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെക്സാഡെസിമൽ നമ്പർ 52 ആണ്. അപ്പം നമ്മൾ ടോട്ടൽ അതിനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് 52.4 അതിനെ നമുക്ക് ഈ രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇൻറ്റിജർ കൺവേർഷൻ ചെയ്ത സമയത്ത് ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കും കൺവേർഷൻ നടത്തിയിരുന്നു. ബൈനറിയും ഒക്ടലും തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനറി റെപ്രസെൻറ്റേഷനിലെ 3 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആണ് ഒക്ടലിലെ ഒരു ഡിജിറ്റ് വരുന്നത്. അപ്പൊ 3ന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ബൈനറി ബിറ്റുകളെ 3ന്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൺവേർഷൻ പോസിബിൾ ആവും. അല്ലെങ്കിൽ ഒരു ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ 3 ബിറ്റ് ബൈനറി ആയിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുള്ള കൺവേർഷനും പോസിബിൾ ആണ്. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഗ്രൂപ്പിംഗ് നടത്തുമ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ പൊസിഷനിൽ മെമ്പർ ഇല്ല എങ്കിൽ, അതായത് 3 ഗ്രൂപ്പ് മെമ്പർ വരുന്നില്ല എങ്കിൽ നമുക്ക് 0 ആഡ് ചെയ്യാം. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ 2 പ്രോബ്ലം ആണ്
അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതും രണ്ടാമത്തത് ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആദ്യം നമ്മൾ ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നോക്കുക, ഇവിടെ 3 എന്നുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 3 എന്നുള്ള ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 1 1. ഇനി അടുത്ത 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 1. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 0 0. അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റ് നൊട്ടേഷൻ 0 1 0. 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 0. ഇനി നമുക്കറിയാം ഇൻറ്റിജർ പാർട്ടിൽ ലെഫ്റ്റിലെ 0 ആവശ്യമില്ല, അതേപോലെ ഫ്രാക്ഷണൽ പാർട്ടിൽ റൈറ്റിലെ 0 ആവശ്യമില്ല. പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഇൻറ്റിജർ പാർട്ടിൽ ലെഫ്റ്റിൽ വരുന്ന സീറോസ്, അതായത് ആദ്യമായിട്ട് വരുന്ന 0 ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ, അതായത് ഇൻറ്റിജർ പാർട്ടിൽ ഫസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അതിന് നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ടിലെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ബിറ്റുകൾ 0 ആണെങ്കിൽ അതും നമുക്ക് ഒമിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് ഇത്. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. അതായത് നമ്മൾ 374.26 എന്നുള്ള ഒക്ടൽ നമ്പറിനെ കൺവേർട്ട് ചെയ്തതാണിത്. ഇനി അടുത്തത് നോക്കുക, ഈ പറഞ്ഞിട്ടുള്ള ബൈനറി നമ്പറിനെ, അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള ബൈനറി നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒക്ടലിലേക്ക്, ബൈനറിനെ ഒക്ടലിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കുകയാണ്. ഗ്രൂപ്പ് ആക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് ഗ്രൂപ്പ് ആക്കുന്ന പോലെ ഇവിടെ നിന്ന് ഗ്രൂപ്പ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഗ്രൂപ്പ് ആക്കാൻ. ബൈനറി, അതായത് ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഗ്രൂപ്പിംഗ് തുടങ്ങുന്നത്. അതായത് പോയിന്റിൽ നിന്ന് ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഈ സൈഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡെസിമൽ പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക്, അതായത് നോട്ട് ഡെസിമൽ പോയിന്റ്, ഒക്ടൽ പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ആണ് നമ്മളുടെ ഇൻറ്റിജർ ഭാഗം വരുന്നത്. റൈറ്റിലേക്കാണ് ഏത് ഭാഗം വരുന്നത്, ഫ്രാക്ഷണൽ ഭാഗം വരുന്നത്. അപ്പൊ അവിടെ തൊട്ടിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് നോക്കുക, ആദ്യം ഇവിടെ 0 0 1 എന്നുള്ള ഇവിടെ ഒരു ഗ്രൂപ്പ്, അതായത് ഇതുവരെ എത്തുന്ന ഒരു ഗ്രൂപ്പ്, ഇതുവരെ എത്തുന്ന അടുത്ത ഗ്രൂപ്പ്, അതായത് ഇതിന്റെ വരെ, അതിനെ നമ്മൾ ഇവിടെ എഴുതി നോക്കുക. ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് ഇതുവരെ, അടുത്ത ഗ്രൂപ്പ് ആക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു 1 ഉണ്ട്, അതിന്റെ മുമ്പിൽ നമുക്ക് 2 0 ഇട്ട് കൊടുക്കാം, അത് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഈ പാർട്ട്, ഇവിടെ നിന്ന് എവിടേക്കാ പോകുന്നത്, നമ്മൾ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. 0 1 0 എന്നുള്ള ക്വാണ്ടിറ്റി, 0 1 1 എന്നുള്ള ക്വാണ്ടിറ്റി, അടുത്തത് 3 ആക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ 2 0 പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം, ഒക്ടൽ പോയിന്റിന് ശേഷം 0 1 0 0 1 1, അടുത്തത് നോക്കുക 1 0 0. അതായത് ഇവിടെ ഇൻറ്റിജർ പാർട്ടിൽ നമുക്കറിയാം ഫ്രണ്ടില്, അതായത് ലെഫ്റ്റ് ഭാഗത്ത് തുടക്കത്തിൽ 0 ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ടിൽ ഒടുക്കത്തിൽ നമ്മൾ 0 ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. ഇനി ഈ ഓരോ 3 ബിറ്റ് ഗ്രൂപ്പിനെയും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. അതായത് ഇവിടെ നോക്കുക, ഇത് 1ന് കറസ്പോണ്ടിങ് ആണ്, ഇത് 6ന് കറസ്പോണ്ടിങ് ആണ്, ഇത് 4ന് കറസ്പോണ്ടിങ് ആണ്. ഓക്കെ, ഇനി ഇത് 2ന് കറസ്പോണ്ടിങ് ആണ്, ഇത് 3ക്ക് കറസ്പോണ്ടിങ് ആണ്, ഇത് 4ന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ 164.234. ഇപ്പൊ നമ്മളിവിടെ ചെയ്തത് ഒക്ടലിലേക്ക്, ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും, അതേപോലെ തന്നെ ഒക്ടലിൽ നിന്ന്
ബൈനറിയിലേക്കും കൺവേർട്ട് ചെയ്തു. രണ്ട് കൺവേർഷനും ചെയ്തു. ഇതിന് പകരം ബൈനറിയിൽ നിന്ന് ഹെക്സിലേക്കും ഹെക്സിൽ നിന്ന് ബൈനറിയിലേക്കും ആണെങ്കിൽ ഉള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് 3 ബിറ്റ് ഗ്രൂപ്പിന് പകരം 4 ബിറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇത് മാത്രമാണ് ചേഞ്ച് ഉള്ളത്. അതായത് ബൈനറിയിൽ നിന്ന് ഹെക്സിലേക്കും ഹെക്സിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷൻ. ഗ്രൂപ്പ് ആക്കുന്നത് 4 ബിറ്റ് ഗ്രൂപ്പാണ് ആക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ നമ്മൾ 2 പ്രോബ്ലം ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുന്നു. 17E അതാണ് 17E ഇൻറ്റിജർ പാർട്ട്, പോയിന്റ് F6. 17E പോയിന്റ് F6 നമുക്കറിയാം. F എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇതൊക്കെ നമുക്കറിയാം, അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷനും നമുക്കറിയാം. ഇനി നോക്കാം, ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഈ ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. 1നാണെങ്കിൽ ഇവിടെ നോക്കുക 0 0 0 1. 7ൻ്റെത് 0 1 1 1. അടുത്തത് E എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 14 ആണ്. 14 1 1 1 0. അടുത്തത് പോയിന്റ് എടുത്തു, ഹെക്സാഡെസിമൽ പോയിന്റ് ഇട്ടു. അതിനുശേഷം എഫിന് പകരം 1 1 1 1. 6ന് പകരം 0 1 1 0. ഇനി ഇവിടെ നോക്കാം, ഈ 1ന്റെ മുമ്പിൽ 3 സീറോസ്, അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഒരു 0, അപ്പൊ ഇവിടെ 3 0 നമ്മൾ എഴുതുന്നില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു 0 നമ്മൾ എഴുതുന്നില്ല. ബാക്കിയുള്ള ബിറ്റുകൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി തിരിച്ചുള്ള പ്രോസസ്സ്, ഈ ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് എഴുതാണ്. നമ്മൾ ഗ്രൂപ്പിംഗ് നടത്താണ്. എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് നടത്തേണ്ടത്? 4ന്റെ ഗ്രൂപ്പാണ് നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തേണ്ടത്. ഗ്രൂപ്പിംഗ് നടക്കണമെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഏത് പോയിന്റ്? ഇറ്റ് ഈസ് ഹെക്സാഡെസിമൽ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫ്രാക്ഷണലും ലെഫ്റ്റിലേക്ക് ഇൻറ്റിജറും. 4 ഗ്രൂപ്പ്. ഇവിടെ ഒരു ഗ്രൂപ്പ്, ആദ്യത്തെ 4. ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ 2 മാത്രമാണ്. അപ്പൊ 2 0 അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെന്ന് 4, ഇവിടെന്ന് 4. ഇത് കഴിഞ്ഞാൽ ഇവിടെ 1 മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ 3 0 ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ പറഞ്ഞത് 2 0 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. 2 0 അവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈ 1ൽ 3 0 ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം? എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 ആണ്. 2 എന്ന് എഴുതി. 1 1 0 0 അത് C ആണ്. C എഴുതി. അടുത്തത് 1 1 1 0 E ആണ്. അത് ഡിനോട്ട് ചെയ്തു. ദെൻ ഹെക്സാഡെസിമൽ പോയിന്റ് നോക്കുക, 0 1 1 0 അത് 6 ആണ്. 1 1 1 0 E ആണ്. 1 0 0 0 അത് 8 ആണ്. അപ്പൊ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഹെക്സാഡെസിമലിലേക്കുള്ള കൺവേർഷനും അതേപോലെ തന്നെ ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷനുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തൊരു കൺവേർഷൻ നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്കും ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കും. അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടത് ആക്ച്വലി ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ബൈനറിനെ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക.
പക്ഷെ ആ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതായത് എന്ത് ചെയ്താൽ മതി, ഒക്ടലിനെ നമ്മൾ എഴുതുന്ന സമയത്ത് ബൈനറിയിലേക്ക് എഴുതണമെങ്കിൽ അതിനെ ഗ്രൂപ്പ് ആക്കും. 3 ബൈനറിയുടെ 3 ബിറ്റുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് എഴുതുക. ആ 3 ബിറ്റുള്ള ഗ്രൂപ്പുകളെ 4 ബിറ്റിന്റെ ഗ്രൂപ്പുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതാണ് പ്രോസസ്സ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എന്താവും ചെയ്യുന്നത്, ആദ്യം ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് ചെയ്യുമ്പോൾ ഹെക്സാഡെസിമലിനെ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആണെങ്കിൽ ആദ്യം അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ബൈനറിനെ പിന്നെ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലിയർ ആവും. നമ്മൾ നോക്കാം, 2f .C4 എന്നുള്ള ക്വാണ്ടിറ്റിനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഹെക്സാഡെസിമൽ ആണ് തന്നിട്ടുള്ളത്. 4 ബിറ്റ് റെപ്രസെന്റേഷൻ നമ്മൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. ഓക്കെ, എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. അടുത്തത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. ഇതിനെ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ആക്കുക. 3 ഗ്രൂപ്പ് ആക്കുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്നാണ് ഗ്രൂപ്പ് ആക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് ഡെസിമൽ പോയിന്റിൽ നിന്ന്, പോയിന്റിൽ നിന്നാണ്, ഫ്രാക്ഷണൽ പോയിന്റിൽ നിന്നാണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമ്മൾ ഏതിന്റെ ആണോ 4 ബിറ്റ് ആണോ 3 ബിറ്റ് ആണോ ഗ്രൂപ്പ് ആക്കുന്നത് അതിനനുസരിച്ച് ഗ്രൂപ്പ് ആക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഡെസിമൽ പോയിന്റിൽ നിന്ന് ആദ്യം ലെഫ്റ്റിലേക്ക് പോവുകയാണ്. ഇവിടെ ഒക്ടലിലേക്ക് ആയതുകൊണ്ട് 3 ബിറ്റ് ആണ് ആക്കുന്നത്. അപ്പൊ 3 ബിറ്റ്, 3 വൺസ്, പിന്നൊരു 1 0 1 1 0 1, ബാക്കി 2 സീറോനെ നമ്മൾ ഒമിറ്റ് ചെയ്തു. ഇനി ഫ്രാക്ഷണൽ പോയിന്റിൽ നിന്ന് 1 1 0 ഇത്ര വരെ എടുത്തു. പിന്നെ 0 0 1, ബാക്കി 2 സീറോനെ ഒമിറ്റ് ചെയ്തു. അതിനെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, ഇത് 6 ആണ്, ഇത് 5 ആണ്, ഇത് 7 ആണ്, 1 1 1 ആണ്. അടുത്തത് 1 1 0 6 ആണ്, then 0 0 1. നമുക്ക് 57.61 ആയിട്ട് കിട്ടി. ഇനി ഒക്ടലിൽ നിന്ന് ഹെക്സിലേക്കാണ് കൺവേർഷൻ എങ്കിൽ ആദ്യം 3 ബിറ്റ് നൊട്ടേഷൻ എഴുതുന്നു. 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 1, അടുത്ത് 6ന് 1 1 0, 2ന് 0 1 0, then 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 0 0, 1ന് 0 0 1, അടുത്ത് 3ക്ക് 0 1 1. ഇത് 3 ബിറ്റ് ഗ്രൂപ്പാണ്. ഇനി ഇതിനെ ഫ്രാക്ഷണൽ പോയിന്റിൽ നിന്ന് 4 ബിറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതുമ്പോൾ 0 1 0 0, അത് ഒരു ഗ്രൂപ്പ്. 0 1 0 0 ഒരു ഗ്രൂപ്പ്. 1 1 1 1 അടുത്ത ഗ്രൂപ്പ്. അടുത്തൊരു 1 ഉണ്ട്, അതിനെ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സീറോസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതേപോലെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ക്വാണ്ടിറ്റിയിൽ 0 0 0 0, 4 സീറോസ്. അടുത്തത് 0 1 0 1 0 1 0 1. ഓക്കെ, ഇത്ര വരെ വന്നു. അടുത്തൊരു 1 ഉണ്ട്, ആ 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 3 സീറോസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ കിട്ടുന്ന ക്വാണ്ടിറ്റികൾ നോക്കാം. 1 F 2 0 5 8. ഇപ്പൊ നമ്മള് ഹെക്സിൽ നിന്ന് ഒക്ടലിലേക്കും ഒക്ടലിൽ നിന്ന് ഹെക്സിലേക്കും കൺവേർഷൻ ആണ് ചെയ്തത്. ഇതെല്ലാം പ്രോബ്ലം ടൈപ്പാണ്. ഓരോന്നിനും അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്കിലും ഓരോ സ്ലൈഡിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം
അടുത്തൊരു ദിവസമായിട്ട് ഞാൻ ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. ഓക്കെ, താങ്ക് യു.